പലപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിച്ച പോലത്തുള്ള ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയല്ല ഈ ഒരു പാലം എന്നുള്ള സത്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പാലം സത്യത്തിൽ നിർമ്മിക്കാനുള്ള ഉത്തരവ് അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നത്. അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച ബ്രിട്ടീഷ് സാങ്കേതികവിദ്യ ഇത് ഉപയോഗിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മളിത് ചെന്ന് കാണുമ്പോൾ ഏറ്റവും വലിയൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ 4 കിണറുകളുണ്ട്. ഈ കിണറുകൾ ഒരിക്കലും വെള്ളം എടുക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറുകളല്ല. സത്യത്തിൽ ഈ കിണറുകൾക്കകത്ത് ധാരാളം നാണയത്തുട്ടുകൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ 4 കിണറുകളിലും നാണയത്തുട്ടുകൾ ധാരാളമായി തന്നെയുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു പിടുത്തം, ഈ ഒരു ചങ്ങല എല്ലാം പോയിട്ടുള്ളത് ഈ കിണറ്റിനകത്തേക്കാണ് എന്നുള്ളതാണ്. എന്നാൽ അത് സത്യമല്ല. സത്യത്തിൽ ഈ ഒരു ചങ്ങലകളെല്ലാം പോയിട്ടുള്ളതിനെ നമുക്ക് കിണറ്റിനകത്ത് കൂടെ കാണാൻ സാധിക്കും. അത് മണ്ണിലേക്കാണ് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ കിണറ്റിനകത്തേക്ക് പലപ്പോഴും മനുഷ്യർ ഇറങ്ങാറുള്ളത്. മാത്രമല്ല ഈ 2 കിണറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി കൂടെ ഈ കിണറിനകത്ത് അവർ നിർമ്മിച്ചിട്ടുണ്ട്. AD 1877 ഈ പാലം തിരുവിതാംകൂർ രാജ്യമായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരി ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഈ പാലം പണിയെടുപ്പിക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു തൂക്കുപാലമാണിത്. മറ്റൊന്ന്, ഇന്ത്യയിലെ തന്നെ ആദ്യകാല തൂക്കുപാലങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. കല്ലും ഇഷ്ടികയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു തൂക്കുപാലമാണ്. നമ്മുടെ ഇന്ന് കാലത്തുള്ള സിമൻറ്റ് ഒന്നും അല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചുണ്ണാമ്പ് മിശ്രിതമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും ആ ഒരു മനോഹാരിത, ആ പുനലൂർ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയുടെ ഒരു ഭാഗം തന്നെയായി മാറിയിരിക്കുന്ന ഈ ഒരു പാലം വാസ്തവത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ ആ പുനലൂരിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് കല്ലറ നദി കടക്കാൻ ആളുകൾ ബോട്ടുകളൊക്കെ ആയിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും ഈ വെള്ളം വളരെ അപകടകരമായ രീതിയിൽ ഒഴുക്ക് അവിടെ രൂപപ്പെടുന്ന കാരണമായിട്ട് ആളുകൾക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാൻ സാധിക്കുകയില്ലായിരുന്നു. ഇതിന് പരിഹാരമായിട്ടാണ് തിരുവിതാംകൂർ രാജാവ് വാണിജ്യത്തിന് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാലം നിർമ്മിക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു പഴയ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പുനലൂർ തമിഴ്നാടുമായിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളെല്ലാം കൂടെ കേരളത്തിൽ വിൽക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു പുനലൂർ ചന്ത. അതുകൊണ്ട് ഈ പാലം കാൽനട യാത്രക്കാർക്കും കാളവണ്ടികൾക്കും ചരക്ക് ഗതാഗതത്തെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. പിന്നീട് ഭാരമേറിയ വാഹനങ്ങൾക്കായി പുതിയ പാലങ്ങളൊക്കെ വന്നെങ്കിലും പുനലൂർ പാലം ഇന്നും ഈ ഒരു ചരിത്ര സ്മാരകമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു പാലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനിയിപ്പോൾ ധാരാളമായി തന്നെ വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ ചരിത്ര പ്രേമികളും ഒക്കെ ധാരാളമായി എത്തുന്ന ഒരു നിർമ്മിതി കൂടെയാണ് ഈ പുനലൂർ പാലം. ഇനി നമുക്ക് ഈ പാലവുമായിട്ട് കുറച്ച് അത്ഭുത കഥകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ പാലം നിർമ്മിച്ചപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞിരുന്നത്, ഇത്ര പഴക്കമുള്ള പാലം ഇത്ര വെള്ളപ്പൊക്കവും കാലമൊക്കെ കടന്ന് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം പലർക്കുമുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിന് ചില കഥകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാലത്തിൻ്റെ അടിത്തറയിടുന്നതിന് മുമ്പ് പ്രത്യേക പൂജകളും മന്ത്രവാദ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നദീദേവതയെ ശാന്തമാക്കിയാണ് പാലം പണിതത് എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് വലിയ വെള്ളപ്പൊക്കങ്ങൾ വന്നിട്ടും പാലം മുഴുവൻ തകർന്നിട്ടില്ല എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഈ പാലത്തിൽ കൂടെ നടക്കരുത് എന്നുള്ള ഒരു വിശ്വാസം ഇതിലുണ്ട്. അപ്പം ഈ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പാലത്തിന് മുകളിൽ കൂടെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, രാത്രി കാലൊച്ചകളൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് നിഴലുകളൊക്കെ കണ്ടതായിട്ടൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആരോ പിന്നാലെ വരുന്ന പോലെയൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലം പണിയുമ്പോൾ മരിച്ച തൊഴിലാളികളുടെയൊക്കെ ആത്മാവ് ഇപ്പോഴും അവിടെ അലഞ്ഞു നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ധാരാളം വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പഴയകാല ആൾക്കാർ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. കല്ലറ നദിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പാലം വിറയ്ക്കും എന്നുള്ളൊരു കഥയുണ്ട്. അത് കനത്ത മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും വെള്ളം കുതിച്ചൊഴുകുമ്പോഴെല്ലാം പാലം സ്വല്പം കുലുങ്ങുന്നത് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനെ ആളുകൾ പറഞ്ഞത് നദീദേവതയുടെ ശ്വാസം എന്നാണ്. പാലത്തെ നിരീക്ഷിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉള്ളതായിട്ട് അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കഥ, പ്രചാരത്തിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ പാലം പൂർത്തിയായ ശേഷം അതിൻ്റെ അകത്തളത്തിൽ ഒരു ലോഹപാത്രം ഒളിപ്പിച്ച് വെച്ചെന്ന് പറയുന്നുണ്ട്. അതിൽ പാലത്തിൻ്റെ രൂപരേഖ, അതിൻ്റെ പേര്, തൻ്റെ പേര്, അതുപോലെ തന്നെ ഈ പാലം 100 വർഷങ്ങൾ നിലനിൽക്കും എന്നുള്ള കുറിപ്പ്, ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ആ പാത്രം ഉള്ളതുകൊണ്ടാണ് പാലം ഇന്നും നിലനിൽക്കുന്നത് എന്നും വിശ്വസിക്കുന്നുണ്ട്. മറ്റൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മഹത്യാ കഥകളും പാലത്തിൻ്റെ ദുഃഖമൊക്കെയാണ്. ദുഃഖകരമായെങ്കിലും പറയുന്ന ഒരു വിശ്വാസമാണ്. പഴയകാലത്ത് ചിലരൊക്കെ പറയുന്നുണ്ട്, ജീവിത വിഷമങ്ങളിൽ പാലത്തിൽ നിന്ന് ചാടിയിട്ടുള്ള ചില ആളുകളുടെയൊക്കെ ആത്മാക്കൾ അതിൽ കൂടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നും അതിൻ്റെ വേദന ആ ഒരു പാലം താങ്ങുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു കഥ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്ക് പാലത്തിൽ കയറുമ്പോഴൊക്കെ മനസ്സിന് വളരെ ഭാരമുള്ളതായിട്ടൊക്കെ തോന്നുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാലം ഒരു ജീവിയാണ് എന്നുള്ളൊരു വിശ്വാസം ആളുകളിലുണ്ടായിരുന്നു. പഴയ പുനലൂർക്കാർ പറഞ്ഞത്, ഇത് വെറും കല്ല് ഇരുമ്പും മാത്രമല്ല, ഇത് കണ്ടതും കേട്ടതും സഹിച്ചതുമായ ഒരു ജീവിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കാലം, ബ്രിട്ടീഷുകാരുടെ കാലം, സ്വതന്ത്രകാലം, ഇന്നത്തെ കാലം, ഇതെല്ലാം കണ്ടു നിന്ന ഒരു സാക്ഷി കൂടിയാണ് നമ്മുടെ പുനലൂർ പാലം. അപ്പോൾ അത്ഭുത കഥകളൊക്കെ നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടാകുന്ന കഥകളാണ്. എന്നാൽ ഒരു നിർമ്മാണമല്ല, ഒരു അനുഭവമാണ് പുനലൂർ പാലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക്
നമ്മൾ പറഞ്ഞു ഈ പുനലൂർ പാലം നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരല്ല എന്ന് പറഞ്ഞു. നമുക്കൊന്ന് വിശദമായിട്ട് അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പുനലൂർ പാലം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പദ്ധതിയാണ്. നിർമ്മാണം നടത്തിയത് തിരുവിതാംകൂർ സർക്കാരാണ്. ഭരണാധികാരിയായി അന്നുണ്ടായിരുന്നത് ആയില്യം തിരുനാൾ മഹാരാജാവായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ പണിത ഒരു പാലമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ ബ്രിട്ടീഷ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ബ്രിട്ടീഷ് എന്നൊരു സംസാരം വരുന്നത്. പാലത്തിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ആ ഒരു ടെക്നോളജി, അതുപോലെ തന്നെ ചില എഞ്ചിനീയർമാർ, കൺസൾട്ടൻറ്റുകൾ, ഇവരെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. ഇവ ബ്രിട്ടീഷുകാരിൽ നിന്ന് പഠിച്ചതും സഹായത്തോടെയാണ് ഇവരുടെ സഹായങ്ങളൊക്കെ തേടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ സൈനികമായും രാഷ്ട്രീയമായും ബ്രിട്ടീഷുകാർക്ക് ആയിരുന്ന ഒരു പ്രദേശമല്ല. അന്നത്തെ ശക്തമായ ഒരു രാജഭരണം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു തിരുവിതാംകൂർ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആയിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള അറിവ്, മെറ്റൽ ടെക്നോളജി ബ്രിട്ടീഷ് സ്വാധീനത്തിലായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മെറ്റൽ ടെക്നോളജി എല്ലാം ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് യഥാർത്ഥ നിർമ്മാതാക്കളെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജാവ് തന്നെയാണ്. മേൽനോട്ടം രാജ്യത്തെ ഉദ്യോഗസ്ഥരുമാണ് ചെയ്തിട്ടുള്ളത്. പണി ചെയ്തത് നാട്ടിലെ തൊഴിലാളികൾ, കല്ല്, ഇഷ്ടിക, ചുണ്ണാമ്പ് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നാട്ടിലെ കരകൗശല വിജ്ഞാനങ്ങളും എല്ലാം ഇതിൽ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല കൊട്ടാരങ്ങളിലുമൊക്കെ ഉള്ള ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ തിരുവിതാംകൂർ ഭരണവും ബ്രിട്ടീഷ് സാങ്കേതിക സ്വാധീനവും നാട്ടുകാരുടെ കൈപ്പണിയും എല്ലാം കൂടെ ആയിട്ടാണ് നമ്മുടെ പുനലൂർ പാലം ഇത്രത്തോളം മനോഹരമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുനലൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ ഉടനെ അതിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് മനോഹരമായ പുനലൂർ പാലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റാണ് ഈ പുനലൂർ പാലം. അപ്പോൾ ഒരു 4 കിണറുകൾ ഈ പാലത്തിൽ കാണാൻ സാധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഇത് വെള്ളം എടുക്കാനുള്ള കിണറുകളല്ല. ഇവ ആത്മകഥകളിൽ മാത്രം വരുന്ന കിണറുകളുമല്ല. ഇവ എഞ്ചിനീയറിങ്ങിൻ്റെ ഘടകങ്ങളാണ്. അതായത് പാലത്തിൻ്റെ പ്രധാനപ്പെട്ട 4 തൂണുകളിലാണ് ഈ കിണറുകളുള്ളത്. ഇവയുടെ ഉദ്ദേശം അടിത്തറയുടെ ആഴം പരിശോധിക്കുക, മണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മർദ്ദം വിലയിരുത്താനൊക്കെ അന്നത്തെ ടെക്നോളജി വെച്ച് ഉള്ള സാങ്കേതിക വിദ്യകളാണ്. കാരണം ഇന്നൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ മർദ്ദം അളക്കാനൊക്കെ ഉള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ന് അതൊന്നുമില്ല. അന്ന് അവർ കണ്ടെത്തിയ ഒരു ടെക്നോളജി ആയിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ പോലെ മെഷീനുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ മനുഷ്യർ ഇറങ്ങി പരിശോധിക്കാവുന്ന രീതിയിലാണ് ആ കുഴികളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾ അതിനെ കാണുമ്പോൾ കിണറെന്ന് വിളിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ശക്തി നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൂടെയാണ് ഈ കിണർ. മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ശക്തി വളരെ ഭീകരമാണ്. അപ്പോൾ ഈ കിണറുകളൊക്കെ ആ വെള്ളത്തിൻ്റെ മർദ്ദം തിരിച്ചറിയാനും അത് എത്രത്തോളം മർദ്ദത്തിലാണ് എന്നറിയാനൊക്കെ ഈ കിണറുകളിൽക്കുള്ളിലൂടെ നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും. ഈ 2 കിണറുകൾ അടുത്തിരിക്കുന്ന 2 കിണറുകൾ തമ്മിൽ ഒരു ഇടവഴിയുണ്ട്. 2 കിണറിൽ ഒരു കിണറിൽ ഇറങ്ങിയാൽ അപ്പുറത്തെ കിണറിലേക്ക് പോകാവുന്ന രീതിയിൽ ഒരു ഇടവഴിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അടിത്തറയ്ക്ക് ഈ ഒരു ചങ്ങല ബന്ധിപ്പിച്ചിരിക്കുന്ന അടിത്തറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാവിയിൽ അറ്റകുറ്റപ്പണി വേണമോ എന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ കിണറിനകത്തൂടെ നോക്കിയാൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പാലത്തിൻ്റെ അകത്തളത്തിലേക്ക് കയറാൻ ഒക്കെ ഈ കിണറുകൾ സഹായകരമാണ്. പിന്നെ കല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇരുമ്പ് കേബിളുകളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 കിണറുകൾ 4 ദിക്കുകളെ സൂചിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നീ 4 ദിക്കുകളെ സൂചിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാലം 4 ദിക്കുകളിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. അപ്പോൾ പാലം പണിയുമ്പോൾ ഈ കിണറുകളിൽ നാണയങ്ങൾ, അതുപോലെ തന്നെ താമ്രഫലകങ്ങൾ, അതുപോലെ തന്നെ മന്ത്രലേഖനങ്ങൾ ഇതൊക്കെ ഇട്ടിട്ടുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിനാൽ പാലത്തിന് ഒരു രക്ഷാകവചം ഉണ്ടായതായിട്ടും അവർ വിശ്വസിക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പുനലൂർ പാലം എഞ്ചിനീയറിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാലത്തെ കാക്കുന്ന 4 രഹസ്യ കിണറുകളാണ് എന്ന് ജനങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. കിണറുകളെന്ന് തോന്നുന്നത് മനുഷ്യരിറങ്ങി പരിശോധിക്കാൻ വേണ്ടി പാലത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴികളാണ് എന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ ധാരാളം നാണയങ്ങളൊക്കെ കിടക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാണയങ്ങളൊക്കെ ഇതിൽ കണ്ടതെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ച സാധാരണവും മനുഷ്യരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമേ അതിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് പിന്നിൽ 3 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. വിശ്വാസം, മനഃശാസ്ത്രം, യഥാർത്ഥം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കിണറുകളിലേക്കും പാലത്തിലേക്കും നാണയങ്ങളിട്ട് എന്തിനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആശംസ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്നിവയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത് കാണാൻ സാധിക്കുന്നത്. ഇത് പുനലൂരിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കിണറുകളിലും പാലങ്ങളിലും നദികളിലും ഒക്കെ വിശുദ്ധ സ്ഥലങ്ങളിലൊക്കെ നാണയങ്ങൾ ജനങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നാണയം ഇടുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഒരു ആഗ്രഹം സഫലമാകട്ടെ എന്നൊരു നിശബ്ദ പ്രാർത്ഥനയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പുനലൂരിൽ പറയുന്നത് പാലം നിൽക്കുന്ന ശക്തിയാണ് കിണറുകൾ എന്ന് പറയുന്നുണ്ട്. അതിൽ നാണയിടുമ്പോൾ ആ ശക്തിയിൽ പങ്കുചേരുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദോഷം മാറാനും അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും പല യാത്രക്കാർ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നദി മുറിച്ച് കിടക്കുമ്പോഴൊക്കെ ഇതിൽ ചെറിയ നാണയങ്ങളൊക്കെ ഇടുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് നദിയോടുള്ള നമ്മുടെ യാത്രയെ സുരക്ഷിതമാക്കാനായിട്ടുള്ള ഒരു അപേക്ഷയായിട്ടും ഒക്കെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ബലിയല്ല, അന്ധവിശ്വാസമല്ല, പ്രകൃതിയോട് കാണിക്കുന്ന ഒരു വിനയം എന്ന രീതിയിൽ നമുക്ക് കണ്ടാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അതുപോലെ തന്നെ എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ളൊരു കൂട്ടമായിട്ടുള്ളൊരു കൂട്ടബോധം എന്ന് പറയാം നമുക്ക്. ഒരു കാര്യം മനുഷ്യർ ചെയ്യുന്നത് കണ്ടാൽ മറ്റൊരാൾ ചോദിക്കാതെ തന്നെ അത് ചെയ്യാൻ തുടങ്ങുന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പോകുന്ന ആൾ ചെരുപ്പ് ഊരിയിട്ടാണ് കയറുന്നത്, പിറകെ വരുന്ന ആൾ തീർച്ചയായിട്ടും ചെരുപ്പ് ഊരിയിട്ട് കയറാൻ ശ്രമിക്കും. മുമ്പേ പോകുന്ന ആൾ ചെരുപ്പ് ഊരാതെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ പിറകെ വരുന്ന ആളും ചെരുപ്പിട്ടുകൊണ്ട് കയറും. അയാളുടെ മനസ്സിൽ അയാൾ 10 വട്ടം ചോദിക്കും, അയാൾ ചെരുപ്പിട്ടുകൊണ്ട് കയറി പിന്നെ എനിക്ക് ചെരുപ്പിട്ട് കയറിയാൽ എന്താണെന്ന് അയാളുടെ മനസ്സിലോട് തന്നെ ചോദിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് ഒരാൾ മുമ്പേ പോയി പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിറകെ വരുന്ന ആൾക്കാർ പൈസ ഇട്ടുകൊണ്ടേയിരിക്കും, ഇത് കാലാകാലം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇത് എന്തിനാണ് ഇട്ടത് എന്നുള്ളൊരു പൂർണ്ണമായ അറിവില്ല, എങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തിനായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. പിന്നെ ചരിത്ര സ്മാരകത്തോടുള്ള ഒരു ബഹുമാനം എന്നൊക്കെ നമുക്ക് വേണേൽ കാണാം. ഇത് പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ ഒരു ഭാഗ്യം തേടലല്ല, ഒരു ബഹുമാന സൂചകം എന്നൊക്കെ കാണാം. എന്നാൽ ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് പാലത്തിന് വലിയ ഗുണമൊന്നും ചെയ്യുകയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഇത് യഥാസമയത്ത് ആ നാണയങ്ങൾ അതിൽ നിന്ന് മാറ്റിയില്ല എങ്കിൽ അത് ചെറിയ ദോഷവും ഉണ്ടാകും. ഇത് മനുഷ്യൻ്റെ മനസ്സിന് ആശ്വാസം നൽകുമെങ്കിലും വിശ്വാസത്തിന് സംസ്കാരത്തിന് ഒരു പ്രതിഫലനം മാത്രമാണ്. പ്രധാനമായിട്ട് ഈ നാണയങ്ങൾ അതിനകത്ത് ഇടുന്നത് കാരണമായിട്ട് ആ നാണയങ്ങൾ തുരുമുണ്ടാക്കാനും വെള്ളമൊക്കെ കെട്ടി നിൽക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഘടനയ്ക്ക് ദോഷം ചെയ്യാനും ഇത് കാരണമാകാറുണ്ട് പലപ്പോഴും. അപ്പം വിശ്വാസം എപ്പോഴും ഹൃദയത്തിനുള്ളിൽ മതി, കല്ലിലിടണ്ട എന്ന് തന്നെയാണ് യഥാർത്ഥം. പിന്നെ മനുഷ്യൻ്റെ എന്താ പറയുക, നാണയം ദൈവത്തിന് ആവശ്യമില്ല, മനുഷ്യൻ്റെ ആശങ്കയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴിപാട് പോലെയാണ് നാണയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ചങ്ങലകൾ നമ്മൾ കിണറിനുള്ളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പലരും വിശ്വസിച്ച് വെച്ചിരുന്നത് കിണറുകൾക്കുള്ളിൽ എവിടെയോ ചങ്ങല ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അത് കിണറുകൾക്കുള്ളിൽ എന്ന് ആളുകളുടെ ഒരു തെറ്റായ ധാരണയാണ്. സത്യത്തിൽ ഇത് കിണറുകളുടെ ഉള്ളിൽ നേരിട്ട് ചങ്ങല കെട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കിണറിനുള്ളിൽ ചങ്ങല കെട്ടി പാലം തൂക്കിയിരിക്കുന്നു എന്ന് ശരിയല്ല. പക്ഷേ ചങ്ങലകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലം അതിൻ്റെ സമീപത്തായിട്ടാണ്. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കാരണം പാലത്തിൻ്റെ പ്രധാന ചങ്ങലകൾ, ഇതിൻ്റെ കേബിളുകളൊക്കെ വന്നിട്ടുള്ളത് അവ മണ്ണിനുള്ളിലേക്ക് ആഴത്തിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ അവിടെ വലിയ കല്ല് ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഇരുമ്പ് ആങ്കറുകൾ, ചുണ്ണാമ്പ് മിശ്രിതം ഇതെല്ലാം ചേർത്തിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്കാണ് ഇത് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആങ്കർ ചേമ്പറിന് കിണറുകൾക്ക് അടുത്തായിട്ടാണ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എഞ്ചിനീയറിംഗ് ആയിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ ചങ്ങല മുകളിലൂടെ വരുന്നു, തൂണുകൾക്കിടയിലൂടെ പിന്നെ ഭൂമിക്കുള്ളിലേക്ക് കൊണ്ടുപോയി ഭൂമിക്കുള്ളിൽ തന്നെയാണ് മണ്ണിനകത്ത് തന്നെ കൊണ്ടുചെന്ന് പൂട്ടപ്പെടുന്ന രീതിയിലാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ആ ആങ്കർ സംവിധാനത്തെ പരിശോധിക്കാനും പരിപാലിക്കാനും ഒക്കെ ഉള്ള വഴികളാണ് ഈ കിണറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ കിണറുകൾ ഒരു വാതിലാണ്. ചങ്ങല ഈ കിണറിൻ്റെ അകത്തളങ്ങളിൽ പൂട്ടിയിട്ടുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കിണറിനുള്ളിൽ ചങ്ങല എന്ന് പറയുന്നുണ്ട്. കിണറിനുള്ളിലെ താഴേക്ക് നോക്കിയാൽ ഇരുമ്പ് ഘടനകൾ കാണാം. അവയുടെ ശബ്ദം എക്കോ, അകത്ത് എന്തോ കുടുങ്ങി കിടക്കുന്ന പോലെയൊക്കെയുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഒറ്റവാക്കിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിണറുകൾക്കുള്ളിൽ ചങ്ങല കെട്ടിയിട്ടില്ല. പക്ഷേ പാലത്തെ പിടിച്ചു നിർത്തുന്ന ചങ്ങലകൾ കിണറുകൾ വഴി പരിശോധിക്കാവുന്ന രീതിയിൽ ഭൂമിക്കടിയിലെ ആങ്കറുകളിലേക്കാണ് പൂട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരന്തരമായിട്ടുള്ള നമ്മുടെ ചാനലിനകത്തുള്ള വാദപ്രതിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും ബോറടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. മറ്റൊരു വീഡിയോയുമായി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. നന്ദി.